എന്ന് പറഞ്ഞവരെ ഇന്നത്തെ സുവിശേഷത്തിൽ ഒരാൾ വന്നിട്ട് ഈശോട് ചോദിക്കുകയാണ്, നല്ലവനായ ഗുരു, നിത്യജീവൻ അവകാശമാക്കാനായിട്ട് ഞാൻ എന്തൊക്കെയാണ് ചെയ്യേണ്ടത്? അയാൾ ഓൾറെഡി നല്ല രീതിയിലൊക്കെ ജീവിക്കുന്നതാണ്, ചെറുപ്പം മുതലേ ഒരുപാട് കൽപ്പനകളൊക്കെ പാലിക്കുന്നവരാണ്. അതുകൊണ്ടാണ് ഈശോയുടെ അടുത്ത് വളരെ കോൺഫിഡൻസോടുകൂടി ഇയാൾ ചോദിക്കുന്നത്, നിത്യജീവൻ അവകാശമാക്കാനായിട്ട് ഞാൻ എന്തൊക്കെയാണ് ചെയ്യേണ്ടത്? ഈശോ പറയുകയാണ്, നീ കൽപ്പനകളൊക്കെ പാലിക്കണമെന്ന് പറയുന്നു. ഇയാൾ വളരെ സന്തോഷത്തോടെ പറയുന്നു, ഞാൻ ചെറുപ്പം മുതൽ പാലിച്ചിട്ടുള്ളതാണെന്നൊക്കെ പറയുന്നു. ഈശോ പറയുകയാണ്, ഇനിയും നിനക്കൊരു കുറവുണ്ട്. എന്താണ്? നിനക്കുള്ളതെല്ലാം വെച്ച് നീ ദരിദ്രർക്ക് കൊടുക്കുക, അനന്തരം വന്ന് എന്നെ അനുഗമിക്കുക എന്ന് പറയുകയാണ്. ഇയാൾ വളരെ സങ്കടത്തോടെ തിരിച്ചുപോയി എന്നാണ് പറയുന്നത്. അതിന് കാരണമായിട്ട് അവിടെ പറയുന്നത് അവന് വളരെയേറെ സമ്പത്തുണ്ടായിരുന്നു എന്നുള്ളതാണ്. സമ്പത്തുള്ളവർക്ക് ദൈവരാജ്യത്തിൽ പ്രവേശിക്കുക ദുഷ്കരമാണെന്ന് ഈശോ ഇന്നത്തെ സുവിശേഷത്തിൽ പറയുമ്പോൾ നമ്മുടെ എല്ലാവരുടെയും മനസ്സിൽ വരുന്നൊരു ചോദ്യമാണ്, ഇങ്ങനെയാണെങ്കിൽ കുറച്ച് കാശുണ്ടെങ്കിൽ സ്വർഗരാജ്യം കിട്ടില്ലേ എന്നുള്ള സംശയം. പൈസയുള്ളവർക്ക് അല്ലെങ്കിൽ പൈസ ഉണ്ടാക്കുന്നത് തെറ്റുകയാണോ? പൈസയുള്ളവർക്ക് സ്വർഗരാജ്യത്തിൽ കയറാനായിട്ടൊരു സാധ്യതയില്ലേ എന്തെങ്കിലും ഒരു ചോദ്യം നമ്മുടെ മനസ്സിൽ വരാം. പക്ഷേ ഇന്നത്തെ സുവിശേഷം ശരിക്കൊന്ന് വായിച്ചു നോക്കിയാൽ, ചെറുതായിട്ടൊന്ന് ധ്യാനിച്ചാൽ നമുക്ക് അതിനുള്ള ഉത്തരം കിട്ടും. കാരണം എന്താണ്? അയാൾക്ക് സമ്പത്ത് ഉണ്ടായിരുന്നു എന്നുള്ളതായിരുന്നില്ല അയാളുടെ കുറവ്, മറിച്ച് ആ സമ്പത്ത് ഇയാളുടെ ദൈവമായിട്ട് ഇയാൾ കരുതി എന്നുള്ളതാണ്. സമ്പത്തിനപ്പുറത്ത് വേറെ ഒന്നുമില്ല എന്നത് സമ്പത്താണ് ജീവിതത്തിലെ ഏറ്റവും വലിയ കാര്യം തന്നെയാണ്. ഈശോ പറയുകയാണ്, സമ്പത്തല്ല ഈ ജീവിതത്തിൽ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം, മറിച്ച് അതിനപ്പുറത്തുള്ള കുറെ കാര്യങ്ങൾ ഈശോ സ്വർഗത്തിനെ ഏറ്റവും വലിയ സമ്പത്തായിട്ട് കണക്കാക്കണം എന്ന് ഇയാളെ പഠിപ്പിക്കുമ്പോൾ ഇയാൾ കരുതുന്നത് എന്താണ്? ഇയാൾ കരുതുന്നത് ഈ ധനമുണ്ടാക്കലാണ് എൻ്റെ ഏറ്റവും വലിയ ദൈവം അല്ലെങ്കിൽ സ്വർഗം എന്നൊക്കെ ഇയാൾ കരുതുകയാണ്. പക്ഷേ ഇന്നത്തെ സുവിശേഷമായി ചെയ്യുമ്പോൾ ഈശോ ജീവിതത്തിലെ ഓരോന്നിനും കൊടുക്കേണ്ട വിലയെ കുറിച്ച് നമ്മൾ ബോധവാന്മാരാക്കുന്നു. അതായത് സമ്പത്തിന് വില കൊടുക്കണ്ട എന്നുള്ളതല്ല, മറിച്ച് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യമായിട്ട് സമ്പത്തിനെ കണക്കാക്കരുതെന്ന് ഇന്നത്തെ സുവിശേഷം നമ്മളോട് ഈശോ പറയുകയാണ്. ഒരു പക്ഷേ നീ ഏറ്റവും വലിയ പ്ലസ് പോയിന്റ് ആയിട്ട് കരുതിയിരിക്കുന്ന സമ്പത്ത് നിന്റെ ജീവിതത്തിലെ ഏറ്റവും വലിയ ഒരു കുറവായിട്ട് ദൈവം കണ്ടുപിടിച്ചേക്കാം. ഇന്നത്തെ സുവിശേഷ ഭാഗമായി കഴിയുമ്പോൾ നമ്മുടെ സമ്പത്ത് ശരിയായിട്ട് വിനിയോഗിക്കാനായിട്ട് നമുക്ക് പരിശ്രമിക്കും. ഈശോ ആഗ്രഹിക്കുന്നത് പോലെ ദൈവം നൽകിയിട്ടുള്ള സമ്പത്ത് ശരിയായിട്ടുള്ള രീതിയിൽ വിനിയോഗിക്കാനും അത് എൻ്റെ ജീവിതത്തിൽ ഒരു കുറവായിട്ട് പരിണമിക്കപ്പെടാതിരിക്കാനുമായിട്ട് നമുക്ക് ശ്രദ്ധിക്കാം. ദൈവം നമ്മെല്ലാവരെയും സമൃദ്ധമായി